ഹലോ ഗൈസ്, ജിതിനാണ് യുവർ സ്പിരിച്വൽ ബഡി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അതേപോലെ കൊല്ലൂർ മഹാദേവി ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളോട് നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യും. പക്ഷേ എത്തിപ്പെടുന്നവർ കുറച്ച് പേരുണ്ടാവുള്ളൂ. എന്തുകൊണ്ട് ആണെന്നറിയാമല്ലോ നിങ്ങൾക്ക്. അവിടെ നിന്നൊരു വിളി വന്ന എങ്കിൽ മാത്രമേ നമുക്ക് അവിടേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ പ്ലാൻ ചെയ്യൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും തടസ്സം വന്നിട്ട് അങ്ങനെ തട്ടിത്തടഞ്ഞ് പോകും. ഇനി ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ തലവര തന്നെ മാറും എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഞാൻ മാത്രമല്ല, പലരും ഇതിനു മുന്നേ പറഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തലവര മാറും എന്ന് പറഞ്ഞ സ്ഥലം. കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റും. തലക്കാവേരി, അതായത് കർണാടക ഡിസ്ട്രിക്റ്റിൽ കൂർഗ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഈ കൂർഗിനകത്താണ്, അവിടെ ഒരു മലയുടെ മുകളിലാണ് തലക്കാവേരി എന്ന് പറഞ്ഞ സ്ഥലം ഇരിക്കുന്നത്. നമ്മുടെ കാവേരി നദി ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഹിന്ദു മിത്തോളജിയിലൊക്കെ പറയുന്ന പോലെ ഒരു പുണ്യനദിയായിട്ടുള്ള കാവേരി നദിയുടെ ഉത്ഭവ സ്ഥാനമാണ് തലക്കാവേരി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ പോയിട്ട് സ്നാനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തലവര മാറാൻ പറ്റും. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് സമയമായി കഴിഞ്ഞെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. എന്നാൽ പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ സമയം ടൈം ആവണം എങ്കിൽ മാത്രമേ നമുക്ക് ആ തീർത്ഥക്കുണ്ടിലോട്ട് ഇറങ്ങാൻ പോലും പറ്റുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ 6 മണിക്ക് ശേഷമാണ് എത്തിയത്, വൈകിട്ട്. ഞാൻ ആ സമയത്ത് എനിക്ക് കുളിക്കാൻ പറ്റിയില്ല. എനിക്ക് പിറ്റേ ദിവസം രാവിലെ വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ആ രാത്രി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു രാത്രിയാണ്. കാരണം അത് കാളിയാമം എന്ന് പറയുന്ന സംഭവം ഞാൻ റിയൽ ലൈഫിൽ അനുഭവിച്ചൊരു സമയം അന്നായിരുന്നു. ഞാൻ എൻ്റെ ഗുരുനാഥനും കൂടി ഈ പറയുന്ന പോലെ നവംബറിൽ ഞങ്ങൾ കാറെടുത്തിട്ട് ഈ പറയുന്ന പോലെ കുറേ നാളുകൾക്ക് മുന്നേ തുടങ്ങി എൻ്റെ അടുത്ത് ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം 2025 എനിക്ക് കുറച്ച് ഒരു സ്ട്രഗ്ലിങ് സ്റ്റേജ് ആയിരുന്നു 2025. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ തലക്കാവേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോയി നിന്ന് കുളിക്കാനാണെങ്കിൽ നിൻ്റെ തലവര മാറും ഡെഫിനറ്റ്ലി. കുളിച്ച പിറ്റേ ദിവസം മാറുന്നല്ല പുള്ളി പറഞ്ഞത്, ഒരു 3 മാസം ടൈം ഫ്രെയിം എടുക്കും, അത് കഴിയുമ്പോഴേക്കും ഡെഫിനറ്റ്ലി നിൻ്റെ തലവര മാറും എന്ന് പറഞ്ഞു. കേട്ടപ്പോൾ എനിക്കിത് ഗിമിക്കായിട്ട് തോന്നി. പക്ഷേ എനിക്കൊന്ന് കൊല്ലൂരൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കൊല്ലൂർ അതേപോലെ ഉടുപ്പിയിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് കുറച്ചും കൂടി ഒന്ന് മാറിക്കഴിഞ്ഞാൽ മതി. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു, അങ്ങനെ പോയി. എൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു തലവര മാറാൻ. അതുകൊണ്ടായിരുന്നുള്ളൂ എന്നെ അവിടേക്ക് ദൈവങ്ങൾ എത്തിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഈ നിമിത്തത്തിലും കാര്യങ്ങളിലൊക്കെ കുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്, ഇല്ലെന്ന് പറയുന്നില്ല. സോ എൻ്റെ സമയമായി, ഞാൻ അവിടെ എത്തി. ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ ആ തീർത്ഥക്കുണ്ടിൽ കുളിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ തലവര മാറിയത്. കാരണം ഒരു ഫെബ്രുവരി അവസാനമാറായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും എൻ്റെ ലൈഫിലോട്ട് വന്നു തുടങ്ങി. ഇതൊരു നിമിത്തമാണ്, കാരണം അതിൻ്റെ ഒരു നിമിത്തമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പലരും എന്നെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ സ്പിരിച്വൽ ജേണിയിൽ. ഇതൊരു വൺ ഓഫ് ദ റീസൺ. ഞാനപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഗുരുനാഥനോട് ചോദിച്ചിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞത്, സമയമായിട്ടുണ്ടായിരുന്നല്ലോ, നീ ഓർക്കുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇത്രയ്ക്കും ഡിലേ ആയത് തന്നെ ആക്ച്വലി. അല്ലെങ്കിൽ ഇതിന് മുന്നേ നിങ്ങളോട് പറയാമായിരുന്നു. പക്ഷേ നിങ്ങളുടെ സമയവും നിങ്ങളുടെ പൈസയും ചിലവഴിക്കുന്നതിന് മുന്നേ എനിക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണമായിരുന്നു, ഇത് റിയലായിട്ട് വർക്ക് ചെയ്യുമെന്ന്. എനിക്കിപ്പോൾ 100% ഉറപ്പുണ്ട്, തലക്കാവേരി പോയി കുളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തലവരെയും മാറും എന്ന് ഞാൻ പറയുള്ളൂ. ചുമ്മാ പോയി കുളിച്ചാൽ പോരാ, നമ്മൾ രാവിലെ തന്നെ ചെന്ന് കുളിക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ അവിടുത്തെ ലോക്കൽസിനോട് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞത് രാവിലെ കുളിച്ചാലാണ് പൂർണ്ണമായിട്ടും നമുക്കത് കിട്ടുള്ളൂ, അതിൻ്റെ പവർ എന്ന് പറഞ്ഞു. സോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഞാൻ 6 മണിക്കാണ് അവിടെ എത്തിയത്. അവിടെ 6 മണിക്ക് ശേഷം പിന്നെ നമുക്ക് ആ തീർത്ഥക്കുണ്ടിലോട്ട് ഇറക്കില്ല. എനിക്ക് പിന്നെ പിറ്റേ ദിവസം രാവിലെ വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എൻ്റെ സമയമായതുകൊണ്ടാണ്, എൻ്റെ നിമിത്തം അത് കറക്റ്റ് ആയതുകൊണ്ടായിരിക്കുള്ളൂ എന്നാൽ രാവിലെ ഞാൻ അവിടുത്തെ തലക്കാവേരിയമ്മ അവിടെ ഇറക്കിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന പോലെ തലക്കാവേരിയിലോട്ട് പോണ സമയത്ത് നമുക്കൊന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അത്ര പേരുത്ത് ഹോട്ടൽ അക്കോമഡേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ഹോട്ടൽ അക്കോമഡേഷൻ ഉണ്ട്, കുറച്ച് ഒരു 10-20 മീറ്റർ മാറിയിട്ട് ഒരു ഹോട്ടൽ അക്കോമഡേഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 6-7 കിലോമീറ്റർ കുറച്ചും കൂടി ഒന്ന് ബാക്കിലോട്ട് പോയാൽ കുറച്ച് അക്കോമഡേഷൻ കാണും. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൂർഗിലോട്ട് പോകേണ്ടി വരും. കൂർഗിലോട്ടും ഈ പറഞ്ഞ താഴത്തോട്ടും പോവുക എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു മലമ്പാതയാണ്. കുറച്ച് മുകളിലോട്ട് കുറേ ട്രാവൽ ചെയ്ത് പോകേണ്ടതുണ്ട്. 6 മണിക്കൂർ എന്നൊക്കെ പറയുന്നത് 3/4 മണിക്കൂറിന് മുകളിൽ ട്രാവലിംഗ് പീരീഡ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് ഹെയർ പിൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ പറയുന്ന തലക്കാവേരി.
നിങ്ങൾ ബൈ റോഡ് ഈ പറയുന്ന പോലെ കാറിനാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലത്തോട്ട് എത്താൻ പറ്റും. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് വണ്ടിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ട്രെയിനിനാണ് പോകാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ മൈസൂർ ജംഗ്ഷൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കൂർഗിലോട്ട് ബസ്സുണ്ട്. ഈ പറയുന്ന പോലെ കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സുണ്ട്, ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ബസ്സസ് ഉണ്ട്. അവിടെ നിന്ന് തലക്കാവേരിക്ക് സർവീസസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ എവിടേക്കോ എങ്ങനെ എത്തിച്ചെല്ലാം എന്നുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങളത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് അവിടേക്ക് എങ്ങനെ എത്തിച്ചെല്ലാം എന്നുള്ള കാര്യം അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ പോയി ചെക്ക് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ ചെറിയ വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ഫോണിൻ്റെ ഗാലറിയിലുണ്ട്. ഞാനതും ഈ വീഡിയോയുടെ അവസാനം പ്ലേ ചെയ്തേക്കാം നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി. ഇതിൻ്റെ ലോജിക്കൽ പരമായിട്ട് ഞാൻ അന്വേഷിച്ചു എന്തുകൊണ്ടാണ് ഇവിടെ പോയി കുളിച്ചാൽ മാറുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് റിസർച്ചൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് കുറച്ച് അവിടുത്തെ ലോക്കൽ സ്റ്റോണൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കാവേരി നദി ഉത്ഭവിക്കുന്നത് ഒരു ചെറിയൊരു കുണ്ടിൽ നിന്നാണ്. ഓക്കെ, ഈ കുണ്ടിലോട്ട് കുറേ മലകളിൽ നിന്നുള്ള വെള്ളം ഇവിടേക്ക് ഒഴുകി വരുന്നുണ്ട്. അതും ഈ പറയുന്ന സഹ്യാദ്രി പർവ്വതത്തിൻ്റെ മേളിലാണല്ലോ ഈ പറയുന്ന കുണ്ടിരിക്കുന്നത്. കുറേ ഔഷധ മരങ്ങളുടെ വേരിൻ്റെ അവിടെ നിന്നും വരുന്ന വെള്ളമാണ്. സോ ഈ വെള്ളത്തിന് ഭയങ്കര ഔഷധ ഗുണമുണ്ട്, അതേപോലെ പ്യൂരിഫിക്കേഷൻ പവർ ഉണ്ടെന്നാണ് പറയുന്നത്. സോ അതായിരുന്നു ഇത് ഞാൻ കണ്ടെത്തിയൊരു കാര്യം. ഇവിടെ പോയി കുളിച്ചാൽ നിങ്ങളുടെ തലവര മാറാൻ വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, രാവിലെ തന്നെ അവിടെ പോവുക. ജസ്റ്റ് നമ്മൾ പോണതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് വേണം അവിടേക്ക് പോകാൻ വേണ്ടി. കാരണം തീർത്ഥക്കുണ്ടിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ ശുദ്ധിയാവണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ 20 രൂപ എന്തുകൊണ്ടോ എൻട്രി ഫീ ഉണ്ട് കേട്ടോ അവിടെ കയറുന്നതിന് തന്നെ. കാരണം അവിടെ നമ്മുടെ കർണാടക സ്റ്റേറ്റ് എൻ്റെ അണ്ടറിൽ ടൂറിസത്തിൻ്റെ അണ്ടറിൽ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് എൻട്രി ഫീ ഉണ്ട് 20 രൂപ. തീർത്ഥക്കുളത്തിൽ കുളിക്കുന്നതിന് വേറെ പൈസയൊന്നുമില്ല. പക്ഷേ നമുക്കവിടെ കയറുന്നതിന് ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് വേണം നമുക്കവിടെ കയറാൻ വേണ്ടി. പോകുമ്പോൾ സെപ്പറേറ്റ് ഒരു ജോഡി ഡ്രസ്സ് നമ്മൾ കരുതേണ്ടതുണ്ട്. അപ്പം നമ്മുടെ ഹോട്ടൽ റൂമിൽ നിന്ന് നമ്മളവിടെ ചെന്നിട്ട് കുളിച്ചിട്ട് അവിടെ പോയി നിൽക്കുക. ചെന്നിട്ട് ഈ പറയുന്ന തീർത്ഥക്കുണ്ടിൽ പോയിട്ടൊന്ന് കുളിക്കുക. 3 വട്ടം മുങ്ങി കുളിച്ചതിന് ശേഷം നമ്മുടെ തലക്കാവേരി നദി ഉത്ഭവിക്കുന്ന ഒരു കുണ്ടുണ്ട്. അവിടെ ഇങ്ങനെ ഒരു ചെറിയ പ്രതിഷ്ഠയുണ്ട്. അവിടെ ഒരു പൂജാരി ഇരിപ്പുണ്ട്. അവിടെ ഫ്രണ്ടിലോട്ട് പോവുക. ആ പൂജാരി ആ കുണ്ടിൽ നിന്നും 3 ചെറിയ കുടം നമ്മുടെ സഹസ്രദ്വാരത്തിലോട്ട് ഒഴിക്കും. അതിനുശേഷം നമ്മളോട് പോയിക്കോളാൻ പറയും. നമ്മൾ നേരെ ചെന്ന് അവിടെ ഡ്രസ്സൊക്കെ മാറി മേളിൽ ഒരു 2 ക്ഷേത്രമുണ്ട്. ഒരു ശിവക്ഷേത്രവും ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അവിടേക്കൊന്ന് തൊഴുതിട്ട് അവിടെ കുറച്ച് നേരം മെഡിറ്റേഷൻ ഇരിക്കുക. നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ്, മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണത്. കാരണം കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അറിയാലോ നമുക്ക്. ഈ പറഞ്ഞ പോലെ കർണാടകക്കാരുടെ ഒരു ചെറിയ പ്രശ്നം അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒച്ചയും ബഹളമൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. പക്ഷേ നമുക്കതിൽ നിന്ന് മാറി കുറച്ചൊന്ന് നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പീസ്ഫുള്ളായിട്ട് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം കൂടിയാണ്. കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യുക. അത്യാവശ്യം സീനിക് ബ്യൂട്ടിയുള്ള സ്ഥലമാണ്. കാരണം ഒരു മലയുടെ മേളിലാണ്. നിങ്ങളൊരു ഡിസംബർ സമയത്തൊക്കെയാണ് പോകണമെങ്കിൽ നല്ല കുടമഞ്ഞും കാര്യങ്ങളൊക്കെ ഇരിക്കുള്ളൂ. അവിടെ നല്ല കൂർഗ് നിങ്ങൾക്ക് അറിയാവുന്നൊരു സ്ഥലമാണല്ലോ. കൂർഗ് അത്യാവശ്യം ഒരു മിനി ഊട്ടിയൊക്കെ പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ തലവര മാറും എന്ന് ഞാൻ പറയുന്നുള്ളൂ. സോ ഇവിടെ നിങ്ങളൊന്ന് പോവുക. ഈ പറയുന്ന സ്ഥലത്തിൻ്റെ കുറച്ചടുത്താണ് കുക്ക സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. മലയാളികൾ ഇപ്പോൾ കേട്ട് വരുന്നൊരു അമ്പലമാണ് കുക്ക സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഞാനൊരു 5 കൊല്ലത്തിന് മുന്നേ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇത്ര ഫേമസ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് അവിടെ ഒരു സർപ്പസംഹാര ബലി സർപ്പസംഹാര പൂജ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നിങ്ങൾക്ക് സർപ്പദോഷ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് ഈ പറയുന്ന സർപ്പസംഹാര പൂജ ചെയ്താൽ മതി. ചുമ്മാ ചെയ്താൽ പോരാ. കാരണം അവിടെ ഓടി ചെന്നിട്ട് നമുക്ക് ഈ പൂജ ചെയ്യാൻ പറ്റില്ല. മുൻകൂട്ടി ബുക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്കവിടെ ഒരു ടിക്കറ്റിൻ്റെ സീറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ പൂജയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഇത് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പൂജയാണ്. രാവിലെയും പിന്നെ അതേപോലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ നമുക്ക് പൂജയിൽ ഇരിക്കേണ്ടതുണ്ട്. സോ അപ്പോൾ അവിടെ നമുക്ക് സ്റ്റേ ചെയ്യേണ്ടി വരും. അവിടെ 3 നേരവും ഭക്ഷണം നമുക്ക് ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ പെർമിസിൽ നിന്ന് കിട്ടും. നമ്മളത് കഴിക്കാൻ വേണം കേട്ടോ. കാരണം അവരെടുത്ത് പറയും വേണ്ട, ഞങ്ങളിവിടെ ഫുഡ് വരുന്നുണ്ട്, പുറത്തുനിന്ന് കഴിക്കരുത്, ഈ ഫുഡ് തന്നെ കഴിക്കണം, അവിടുത്തെ പ്രസാദം തന്നെ കഴിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ അമ്പലത്തിൽ തന്നെ ഫേമസ് ആവാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, സുബ്രഹ്മണ്യനാണ് മെയിൻ പ്രതിഷ്ഠയെങ്കിലും അവിടെ സുബ്രഹ്മണ്യൻ്റെ കാലിൻ്റെ കീഴിലൊരു പാമ്പുണ്ട്, കണ്ടിട്ടില്ലേ? അതേപോലെ ആ നാഗരാജാവാണ്. ആ നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയും കൂടിയുണ്ട്. അതാണ് ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു പ്രതിഷ്ഠ. കാരണം പല മഹാവ്യക്തികളും ഞാൻ പൂജ ചെയ്യാൻ പോകുന്നതിന് മുന്നേ കുറച്ചാൾക്ക് മുന്നെയാണ് സച്ചിൻ ടെണ്ടുൽക്കറും അമിതാഭ് ബച്ചനൊക്കെ അവിടെ വന്ന് പൂജ ചെയ്തിട്ടുണ്ട്. സോ അത്രയ്ക്കും പവർഫുള്ളായിട്ടൊരു അമ്പലമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സർപ്പദോഷ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ടൊന്ന് ഈ പറയുന്ന സർപ്പസംഹാര പൂജയും കൂടി ചെയ്യാം.
അവിടെ നിന്ന് കുറച്ചും കൂടി ഒരു 10-65 കിലോമീറ്റർ കൂടി നിങ്ങൾ ഫ്രണ്ടിലോട്ട് ട്രാവൽ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഉടുപ്പിയുണ്ട്. ഉടുപ്പി വേണമെങ്കിൽ തിരിച്ചു കഴിഞ്ഞ വഴിക്ക് അറിയാൻ മതി. ഈ പറഞ്ഞ 65 കിലോമീറ്റർ ഏകദേശം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊല്ലൂരുണ്ട്. കൊല്ലൂരമ്മേനെ തൊഴുതിട്ട് വരാം. ഒരു 3 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോവുക. നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, തലക്കാവേരിയിൽ നമുക്ക് റൂം നോക്കേണ്ടതുണ്ട്, സർപ്പസംഹാരയുടെ ടൈം നോക്കേണ്ടതുണ്ട്, അതേപോലെ കൊല്ലൂർ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് വേണം പോകാൻ. കാരണം ഇതൊക്കെ കൂടി പ്ലാൻ ചെയ്ത് പോകണമെങ്കിൽ നിങ്ങളൊരു 3 ദിവസത്തെ തീർത്ഥാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പറയണ പോലെ നിങ്ങൾക്കും അവിടെ പോയി ചെന്ന് ഈ തലക്കാവേരിയിൽ കുളിച്ച് നിങ്ങളുടെ തലവരി മാറട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്തെങ്കിലും സംശയം, ഇതേപോലത്തെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു. ഡെഫിനറ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ ചിലതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ എനിക്ക് കർമ്മം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഡെഫിനറ്റ്ലി വീഡിയോ ഞാൻ ചെയ്യാം. എനിക്ക് സമയത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഞാനിപ്പോൾ ഇന്ന് ഓഫീസിൽ നിന്ന് പോയി വന്നിട്ടുള്ളൂ. എനിക്ക് തിരിച്ചിപ്പോൾ രാത്രി പോകേണ്ടതുണ്ട് ഓഫീസിലോട്ട്. ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. സോ കൺസ്ട്രക്ഷൻ നല്ല തകൃതിയായിട്ട് നടക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ചൂട് കൂടിയതുകൊണ്ട് രാത്രി കാലങ്ങളിലാണ് കുറച്ചും കൂടി കൂടുതൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ രാത്രിയും കൂടി ഇന്ന് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വീഡിയോസ് ചില സമയത്തൊക്കെ ബ്രേക്കായി പോകുന്നത്. ഇൻറ്റൻഷനലി ബ്രേക്ക് ആവുന്നതല്ല, എൻ്റെ സമയത്തിൻ്റെ കുറവുള്ളതുകൊണ്ടാണ്. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നത്. എന്തായാലും എൻ്റെ കയ്യിലുള്ള വീഡിയോ ക്ലിപ്പിംഗ് ഞാൻ പ്ലേ ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.